tell me what's wrong and why you never said you felt that way. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ ഫൗണ്ടേഷനാണ്. അതുപോലെ തന്നെ ആദിയോഗി ടെമ്പിൾ, ഇഷ ടെമ്പിൾ അങ്ങനെയൊക്കെ അറിയപ്പെടുന്ന സ്ഥലമാണ് ഇഷ ഫൗണ്ടേഷൻ. അപ്പോൾ ഇഷ ഫൗണ്ടേഷനിലേക്ക് പോകുന്ന വഴി, അതുപോലെ തന്നെ അവിടുത്തെ സ്പെഷ്യാലിറ്റി എന്തൊക്കെയാണ്, അവിടുത്തെ ഫുൾ ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദയവായി സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാം. പിന്നെ ഒരു പ്രത്യേക കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇഷായോഗയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മുതലമട്ടയിൽ നിന്ന് പോകുകയാണെന്നുണ്ടെങ്കിൽ കൊല്ലങ്കോട് വഴി പാലക്കാട്ടിൽ നിന്ന് ഹൈവേയിൽ പിടിച്ച് കഴിഞ്ഞാൽ കോയമ്പത്തൂരെത്താം. അതുപോലെ തന്നെ പൊള്ളാച്ചി വഴി കോയമ്പത്തൂരെത്താം. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുത്ത വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിറ്റൂർ കൂടിയാണ് നമ്മൾ വന്നത്. ചിറ്റൂർ, വേലാന്താവളം, അങ്ങനെ ആ റൂട്ടാണ് നമ്മൾ നിന്ന് വന്നത് ഇഷായോഗയ്ക്ക്. ഇപ്പോൾ നമ്മൾ ഹൈവേ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ചിറ്റൂർ റൂട്ട് തിരഞ്ഞെടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരക്കില്ലാത്ത റൂട്ടാണ് അത്യാവശ്യം. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഭംഗി പച്ചപ്പുള്ള റൂട്ട് കൂടിയാണ്, അതുകൊണ്ടാണ് നമ്മൾ തിരഞ്ഞെടുത്തത്. അപ്പോൾ നമ്മളിപ്പോൾ ഹൈവേയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഹൈവേയിൽ കാഴ്ചകൾ കാണുന്ന വെച്ചാൽ നിങ്ങൾക്ക് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് വരുന്നുണ്ടെങ്കിൽ ചിറ്റൂർ റൂട്ട് തീർച്ചയായും തിരഞ്ഞെടുക്കാം. അപ്പോൾ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടില്ല. കോയമ്പത്തൂർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബസ്സിൽ ഇങ്ങോട്ട് യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ആ കാണുന്ന ബസ്, അതുപോലത്തെ ഒരുപാട് ബസ് റൂട്ട് കൂടെയാണ് ഇഷ. നമുക്കിപ്പോൾ ഈ റേറ്റ് കാണുന്ന ആ വഴിയിലൂടെയാണ് നമുക്ക് അകത്തേക്ക് പോകേണ്ടത്. നമ്മൾ നേരത്തെ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ആയിരുന്നു വന്നത്, അതിനുശേഷം ഇപ്പോഴാണ് വരുന്നത്. അപ്പോൾ നേരത്തെ വന്നപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡ് കൂടി ഈ കാണുന്ന വഴിയിൽ കൂടെ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് അകത്ത് കയറാമെന്നൊക്കെ ആയിരുന്നു നേരത്തെ. പക്ഷേ ഇപ്പോൾ അവിടെ നല്ല രീതിയിൽ തിരക്കുള്ള കാരണം ആ വഴി ക്ലോസിംഗ് ആണ്. ക്ലോസിംഗ് അല്ല, അങ്ങോട്ട് വണ്ടി പോകും. പക്ഷേ പാർക്കിങ്ങിന് വരണമെങ്കിൽ നമുക്ക് ഈ കാണുന്ന വഴി കൂടെ മാത്രമേ പാർക്കിങ്ങിന് അകത്ത് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ച് വന്നിട്ട് ഇപ്പോൾ ഇതിനകത്ത് കയറണം. അപ്പോൾ എൻട്രി ഫീ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് കണ്ടില്ല ഇതിനകത്ത് കയറാൻ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടെ. അപ്പോൾ ആ തിരക്കിൽ നമ്മൾ കൂടുതലും കണ്ടത് നമ്മുടെ മലയാളീസ് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ പാലക്കാട്ടുകാരെയാണ് നമ്മൾ കൂടുതലും കണ്ടത്. ഇപ്പോൾ നല്ല രീതിയിലുള്ള തിരക്കുണ്ടെങ്കിലും നമ്മുടെ ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു സന്തോഷം. അതുപോലെ തന്നെ മലയാളി എവിടെ ഇല്ലാത്തത് എന്ന ചോദ്യത്തിന് ഇതുള്ള ഉത്തരങ്ങളൊക്കെയാണ് നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ എവിടെ പോയാലും മലയാളീസ് ഉണ്ടാകുമെന്ന് പറയുന്നത്. ഇപ്പോൾ തമിഴ്നാട് പാലക്കാട് കൊണ്ട് ചേർന്ന് കിടക്കുന്നതുകൊണ്ട് തന്നെ ഒത്തിരി മലയാളീസ് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് പോകുന്ന വഴിയിൽ കാറുകൾ, മുന്നിൽ പോകുന്ന കാറുകളായാലും നല്ല രീതിയിൽ ക്യൂ ഉണ്ട്. അതുപോലെ തന്നെ അവിടെ നിന്ന് തിരിച്ചു വരുന്ന വാഹനങ്ങൾ കണ്ടാലും നമുക്ക് മനസ്സിലായി അതിനകത്ത് ഇപ്പോൾ നല്ല രീതിയിലുള്ള തിരക്കുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ ഇതിൽ കയറിപ്പോകുന്ന വഴി നല്ല രീതിയിൽ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ട് സൈഡ് മരങ്ങളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. പോകുന്ന വഴി അത്യാവശ്യം നമ്മളിപ്പോൾ ജീപ്പായതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ കുലുക്കം അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കണ്ടാൽ മനസ്സിലാവുന്നത്. അത് തിരക്കിൻ്റെ കാര്യം പറഞ്ഞു വരുമ്പോൾ അതേ നോക്കും, നിങ്ങൾക്ക് രണ്ട് സൈഡും വാഹനങ്ങൾ കാണും. ഇപ്പോൾ ഇവിടെ നിന്ന് ഇത്രയും ദൂരം വാഹനം പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാർക്കിംഗ് എവിടെ കിട്ടുമോ എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ നമുക്കിപ്പോൾ വണ്ടികളൊക്കെ നിർത്തുന്നുണ്ട്. എന്താണെന്ന് വെച്ച് നോക്കുമ്പോൾ പാർക്കിംഗ് ഫീ ഉണ്ട് അത്ര. അപ്പോൾ ഇവിടെ വണ്ടിക്ക് 50 രൂപയാണ് തോന്നുന്നു പാർക്കിംഗ് ഫീ. അപ്പോൾ ഇത്രയും വണ്ടികളുണ്ട്. അപ്പോൾ ആലോചിച്ച് നോക്കുമ്പോൾ നല്ല രീതിയിൽ തിരക്കുണ്ട് ഇപ്പോൾ ഇവിടെ നിന്ന്. അപ്പോൾ ഇതുപോലെ തിരക്കുള്ള സമയങ്ങളിൽ നമ്മൾ ചെയ്യാറുള്ള ഒരു പ്രധാന വഴി എന്ന് വെച്ചാൽ നമ്മൾ അത്യാവശ്യം മാക്സിമം ബൈക്കിനാണ് വരിക. അപ്പോൾ ഇന്ന് നമുക്ക് കൂടുതൽ ആളുകളുള്ളതുകൊണ്ട് നമ്മൾ ജീപ്പ് എടുത്തത്. അപ്പോൾ അത്യാവശ്യം പാർക്കിംഗ് ഫീസ് കുഴപ്പമില്ല, 50 രൂപയൊന്നും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പാർക്കിംഗ് ഫീ തന്നെയാണ്. അപ്പം നമുക്ക് പിന്നെ വണ്ടി ഇടുന്നത് എവിടെയാണ് വണ്ടി ഇടുക എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം നല്ല രീതിയിലുള്ള തിരക്കുണ്ട്. അപ്പോൾ നമുക്ക് എവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം ഒരുപാട് ദൂരം നടക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലേക്ക് പോകാമെന്നൊക്കെ വിചാരിക്കുമ്പോൾ നടക്കുന്നില്ല ഇവിടെ. അപ്പോൾ നമുക്ക് ഇവിടെയാണ് പാർക്കിംഗ് കിട്ടിയത്. നമുക്ക് ഇവിടെ നിന്ന് നടക്കണം ഒത്തിരി ദൂരം. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, നമുക്ക് റെക്കമെൻഡ് ആയിട്ടുള്ളത് ഇപ്പോൾ ഓണം വരാൻ പോകണം. അപ്പോൾ ഓണത്തിന് ദയവ് ചെയ്ത് വരരുത് എന്നാണ് ഞാൻ പറയുക. എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിലുള്ള തിരക്കുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് ഇവിടെ സ്ഥലം എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നീട് ഒരു ദിവസം വരാം. ഇപ്പോൾ ഓണത്തിനൊക്കെ വന്നു കഴിഞ്ഞാൽ കൊണ്ടല്ല, നമുക്ക് നല്ല രീതിയിലുള്ള ബ്ലോക്കുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നമുക്ക് സ്ഥലത്തെക്കുറിച്ച് എക്സ്പ്ലോർ ചെയ്യാൻ നമ്മൾ വിട്ടുപോകും. തിരക്കിൻ്റെ ഇടയിൽ വണ്ടി നിർത്താനുള്ള ടെൻഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ദയവേത് ഓണത്തിന് വരരുത് എന്ന് ഞാൻ പറഞ്ഞത്. ഏകദേശം നമ്മൾ ഈ ശില്പത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് 112 അടി ഉയരമുള്ളൊരു ശില്പമാണ്. അതുപോലെ തന്നെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള, ഇന്ത്യയിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു ശിവൻ്റെ വിഗ്രഹവും കൂടിയാണ്. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല രീതിയിൽ തിരക്കുണ്ട്. അപ്പോൾ ഞാൻ
ഞായറാഴ്ചകളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈറ്റ് ഷോ കാണാൻ പറ്റും. അപ്പോൾ രാത്രി 7:15 മുതൽ 7:30 വരെ അങ്ങനെയാണ്. ഒരു 25 മിനിറ്റോ 15 മിനിറ്റോ ആണ് ലൈറ്റ് ഷോ ഉള്ളത്. അത് സൺഡേസിൽ മാത്രമേ ഉള്ളൂ എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ശിവരാത്രിക്കാണ് ഇവിടെ മെയിൻ പരിപാടികൾ. അതുപോലെ തന്നെ നല്ല VIPs, ഫിലിം ആക്ട്രസ് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ സദ്ഗുരുവാണ് ഇതിൻ്റെ ഫൗണ്ടർ എന്നൊക്കെയാണ് നമുക്ക് അറിയുന്നത്. ഈ 112 അടി ഉയരത്തിലുള്ള വിഗ്രഹത്തിൽ ഒരു മാല പോലെ കാണാം നിങ്ങൾക്ക്. അത് ശരിക്കും ഒറിജിനൽ രുദ്രാക്ഷം എന്നാണ് അറിയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ സേവ് സോയിൽ എന്നുള്ള ഫ്ലെക്സ് ബോർഡുകളൊക്കെ ഇവിടെ ഒത്തിരി കാണാം. നിങ്ങൾക്ക് നേരെ നോക്കുമ്പോൾ കാണാം. റൈറ്റ് സൈഡിലായിട്ട് ഇവിടെ പൂജകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കും. ധ്യാനത്തിൽ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് ചെന്ന് ഫോട്ടോസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാം. സേവ് സോയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ സേവ് സോയിലിൻ്റെ ഒത്തിരി പരസ്യങ്ങൾ ഇവിടെ കാണാം. ഇവിടെ വരുന്നവർ ദയവ് ചെയ്തൊരു 4 മണിക്ക് ശേഷം വന്നു കഴിഞ്ഞാൽ നമുക്ക് സൺഡേസിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അകത്ത് മെഡിറ്റേഷൻ സെൻറ്റർ ഉണ്ട്, അതിനകത്തും കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് ലൈറ്റിന് കറക്റ്റായിരിക്കും. അല്ലാതെ നമ്മൾ കാലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും നിൽക്കാൻ പറ്റില്ല. നല്ല രീതിയിലുള്ള ചുട്ട് പൊള്ളുന്ന വെയിലായിരിക്കും. ഇതേ കാണുന്നതാണ് ആ രുദ്രാക്ഷം. അത് ഒറിജിനൽ രുദ്രാക്ഷമാലയാണ്. ഇപ്പം നിങ്ങൾ കാണുന്ന തിരക്ക് കൂടി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സൺഡേസിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. സൺഡേസിൽ വൈകിട്ട് 5 മണി, ഇപ്പോൾ സമയം വന്നിട്ട് 5:30 ആയിട്ടുണ്ട്. അപ്പോൾ ഈ ടൈമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള ഫോട്ടോസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കാൻ സാധിക്കും. ഒരു 7 മണിയാകുമ്പോൾ നമുക്ക് ലൈറ്റ് ഷോ ഒക്കെ കണ്ട് അടിപൊളിയായിട്ട് തിരിച്ചു പോകാമെന്ന് വെച്ചിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ഈ ടൈമിൽ അവിടെ വന്നത്. അപ്പോൾ നമുക്ക് ഇത് അല്ലാതെ മെയിനായിട്ടുള്ള ഒരു കാഴ്ച ഇതിനകത്തുണ്ട്. അപ്പോൾ അകത്തുള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഇവിടെ നിന്ന് വെറുതെ സമയം കളയേണ്ട കാര്യങ്ങളില്ല. ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ പോകുന്നു. ഇപ്പോൾ ഈ നേരെ കാണുന്ന ഇവിടെ പൂജ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. 2-3 പേര് ധ്യാനത്തിലൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. നമ്മുടെ സദ്ഗുരുജി സേവ് സോയിൽ എന്നൊരു പരസ്യ ബോർഡുമായിട്ട് വണ്ടിയിൽ നിൽക്കുന്നൊരു ഫ്ലെക്സ് ഇവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അതാ കാണാൻ നിങ്ങൾക്ക് സേവ് സോയിൽ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഫ്ലെക്സ് ബോർഡാണ്. അപ്പോൾ നമുക്ക് നേരെ മെഡിറ്റേഷൻ സെൻറ്ററിനകത്ത് പോകും. അപ്പോൾ ഇത് ഇഷായോഗം നിർമ്മിക്കുന്നു. ഈ സ്ഥലം നിർമ്മിക്കുമ്പോൾ നല്ല രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ഇവിടെ ഈ നാട്ടുകാരായിട്ട് ഉണ്ടായിരുന്നു. മരങ്ങൾ മുറിക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. കൂടുതലായിട്ട് നമ്മൾ അതിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ ഇതുപോലുള്ള വണ്ടികളുണ്ട്. നമുക്ക് ജസ്റ്റ് 10 രൂപ ആ റേറ്റേ ഉള്ളൂ. നമുക്ക് ഏകദേശം 1 കിലോമീറ്ററിൻ്റെ അടുത്തേ ഉള്ളൂ. അപ്പോൾ അങ്ങോട്ട് പോകണം, നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ ഇങ്ങനത്തെ വണ്ടികളൊക്കെ എടുക്കാം. കൂടാതെ ഈ വണ്ടി കൂടാതെ ഇനിയും പ്രത്യേകതരമായിട്ടുള്ള പഴയ രീതിയിലുള്ള വണ്ടികളുണ്ട്. ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. വരുന്നുണ്ട് കാളവണ്ടി. അത് നിങ്ങൾക്കൊരു ബെറ്റർ എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. ഇപ്പോൾ 2 ജനറേഷനുള്ള വണ്ടി നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. ഒന്ന് ഇലക്ട്രിക് വണ്ടിയും ഒന്ന് കാളവണ്ടിയും. നമ്മളങ്ങനെ ഏകദേശം സ്ഥലം എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അകത്ത് കയറണം. അകത്ത് കയറുന്നതിന് മുന്നേ ഇതവിടെ ശിവൻ്റെ ഒരു ചെറിയൊരു വിഗ്രഹമല്ല, ഒരു ചെറിയ ഫുൾ ശില്പം തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ തെങ്ങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് വെയിലൊന്നും നമുക്ക് അറിയുന്നില്ല. അപ്പോൾ നമുക്ക് അകത്ത് കയറുന്നതിന് മുന്നായിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് അന്വേഷിച്ചപ്പം അകത്ത് മൊബൈൽ ഫോൺ, അതുപോലെ തന്നെ ക്യാമറ, സ്മാർട്ട് വാച്ച്, അങ്ങനെ ചപ്പൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അകത്ത് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അതൊക്കെ ഇവിടെ വെച്ചിട്ട് വേണം അകത്ത് കയറിപ്പോൾ. അപ്പോൾ നമുക്ക് എൻട്രി മാത്രം ഷൂട്ട് ചെയ്തിട്ട് നമുക്ക് ഈ സാധനങ്ങളൊക്കെ കൊടുക്കാമെന്ന് വെച്ചാൽ നമ്മൾ എൻട്രിക്ക് അടുത്ത് പോവാണ്. നമ്മൾ നേരത്തെ വരുമ്പോൾ ഈ ആ കാറ് പോകുന്ന വഴി കൂടെ നമ്മൾ ഇതിനകത്ത് കയറി പാർക്കിംഗ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ വഴി ക്ലോസ്ഡാണ്. അത്രയും നല്ല രീതിയിലുള്ള തിരക്കുണ്ട്. അപ്പോൾ ഈ കാണുന്ന ആ എൻട്രി അതിൻ്റെ അകത്താണ് മെഡിറ്റേഷൻ സെൻറ്റർ. അതുപോലെ ഒരുപാട് ആൾക്കാർ അതിനകത്ത് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. അതിന് പ്രത്യേക കോഴ്സുകൾ അതുപോലെ തന്നെ ഫീസുകളൊക്കെ ഉണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല. അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നിങ്ങൾ തന്നെ ഇവിടെ നേരിട്ട് വന്ന് അന്വേഷിക്കാം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കയറാം. പക്ഷേ ഇതിനകത്ത് കയറുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, മൊബൈൽ ഫോൺസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറ്റില്ല. അപ്പോൾ അതിനുള്ള സംവിധാനം ഇവിടെ ഉണ്ട്. നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം സൂക്ഷിക്കാം. നല്ല രീതിയിൽ തിരക്കുണ്ടെങ്കിലും അത് മാനേജ് ചെയ്യാൻ അവിടെ കൗണ്ടറുകൾ ഒത്തിരി വലിയ കൗണ്ടറുകളാണ്. അതുകൊണ്ട് തന്നെ തിരക്കുണ്ടെങ്കിലും നമുക്കിത് ഇതിനകത്ത് കയറാനുള്ള മൊബൈൽ ഫോണും ചപ്പൽസ് അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ മൂവ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് ഫോറിനേഴ്സ് അങ്ങനത്തെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളോടായാലും അവരോടായാലും ഇവിടെ നിൽക്കുന്ന സ്റ്റാഫ്സൊക്കെ നല്ല രീതിയിലുള്ള പെരുമാറ്റമാണ്. അതുപോലെ തന്നെ നമുക്ക് എന്ത് കാര്യങ്ങളുമാണെങ്കിലും അവരുടെ അടുത്ത് ചോദിച്ചറിയാം. നല്ല സ്മൂത്തായിട്ട് അവർ മറുപടി തരും. നമുക്ക് ചില സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽ അവർ പറഞ്ഞു തരില്ല. ഇവർ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് പറഞ്ഞു തരാം. ഇന്നവിടെ ചപ്പൽ വയ്ക്കാം, മൊബൈൽ വയ്ക്കാം, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് വളരെ സമാധാനത്തിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആ കൗണ്ടർ. ഈ കൗണ്ടറിൽ നമുക്ക് നമ്മുടെ എല്ലാ സാധനങ്ങളും ഇവിടെ സൂക്ഷിക്കാം. പൈസയൊന്നുമില്ല. തിരക്ക് അത്യാവശ്യം കുറവാണ്. ഇതിനകത്തുള്ള കാഴ്ചകൾ ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങൾ നേരിട്ട് വന്ന് കാണേണ്ട കാഴ്ചയാണ്. പിന്നെ ഇപ്പോൾ ലൈറ്റിംഗ് തുടങ്ങാനുള്ള സമയമായിട്ടുണ്ട്. ഇപ്പോൾ ഇനി എൻ്റെ വോയിസ് ഇട്ട് കഴിഞ്ഞാൽ ലൈറ്റിംഗ് കാണുന്ന ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് പോകും. അതുകൊണ്ട് തന്നെ ദയവായി സ്കിപ്പ് ചെയ്യാതെ കാണാം. ഒരുപാട് ഭാവങ്ങളിലുള്ള ലൈറ്റിംഗ് ഉണ്ട്. അതുകൊണ്ട് ദയവായി സ്കിപ്പ് ചെയ്യാതെ കാണണം.
enhance profundity and magnificence, a vision of the unfathomable mysteries of the universe, a most original vision that sages and Devi Parvati have ever witnessed. Devi Parvati, seeing Adiyogi, reveling in ecstatic states, said, I want to have what you have. Show me the way. കാണല്ല चलने
क्या हो रहा है क्या आरती हो रही है